ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഒന്നാന്തരം ഡിഷാണിത്. ഒരു വെള്ളരിക്കയുടെ പകുതി ചെറുതായി കഷ്ണങ്ങളാക്കിയത് കഴുകി ഒരു കടായിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 6-7 മിനിറ്റ് നേരം നമുക്ക് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് അതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം. അരമുറി നാളികേരം ചെറുകിയത്, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഒന്നുകൂടി ചതച്ചെടുക്കാം. കഷ്ണം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് നേരം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈര് ചേർക്കുമ്പോൾ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. 150 ഗ്രാം അധികം പുളിയില്ലാത്ത തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് താളിപ്പിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വയ്ക്കാം. ഫ്ലേവർ നന്നായി കറിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇളക്കി യോജിപ്പിച്ച് വളരെ രുചികരമായ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു റെസിപ്പിയുമായി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.